بسم الله الرحمن الرحيم ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതും നിരോധിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഭയപ്പാടോടുകൂടി സൂക്ഷിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകായോഗ്യമായ സുന്നത്തുകളെ കഴിവിൻ്റെ പരമാവധി ആദരപൂർവം പിന്തുടരുവാനും അതുവഴി മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എല്ലായ്പ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തും നമസ്കാരം തന്നെയാണ്. നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ കാര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ കാലത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി.
സ്വാഭാവികമായും എന്തിനു വേണ്ടിയാണ് നമസ്കാരം നിയമമാക്കപ്പെട്ടത്, എന്തെല്ലാമാണ് നമസ്കാരം കൊണ്ട് നമുക്ക് നേടാനുള്ളത്, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാമാണ് എന്നുകൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനും ചെയ്യാതിരിക്കുന്നതിനും ഒരു കാരണം വേണമല്ലോ, അവയ്ക്കൊരു ലക്ഷ്യവും വേണം. ആ കാരണങ്ങളെ കൃത്യമായി ബോധ്യപ്പെടാത്തതോ അല്ലെങ്കിൽ അവയുടെ ലക്ഷ്യം കൃത്യമായി നിർണയിക്കപ്പെടാത്തതോ ആണ് പലപ്പോഴും അവയോടുള്ള അലസതക്ക്, അലംഭാവത്തിന് കാരണമാകുന്നത് എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും എന്തെല്ലാം ശ്രേഷ്ഠതകളാണ്, അവക്ക് എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നിർണയിച്ച് തന്നിട്ടുള്ളത് എന്നത് നമുക്കറിയേണ്ടതല്ലേ. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മാഈലിനെ മക്കയിൽ കൊണ്ടുവന്നാക്കാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്നിടത്ത് ഉദ്ധരിച്ച ഒരു കാര്യം, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി സീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറമി റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അല്ലാഹുവേ, യാതൊന്നുമില്ലാത്ത ഈ ശൂന്യഭൂമിയിൽ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്ന് വിടുന്നത് അവർ നമസ്കാരം നിലനിർത്തുന്നവരായി കാണാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തോ അതിനു മുമ്പോ തന്നെ നമസ്കാരം അങ്ങേയറ്റം ശ്രേഷ്ഠമായി മുസ്ലിങ്ങളെല്ലാവരും കണ്ടിരുന്നു. മൂസാ കലീമുല്ലാഹി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിലനിർത്താൻ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ലക്ഷ്യം കൂടി വിവരിച്ചുകൊണ്ടാണ്. വാഖിമി സ്വലാത്ത ലിദിക്രി എന്ന, മൂസ നീ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, നമസ്കരിച്ചുകൊണ്ടേയിരുന്നാൽ എന്നെ സംബന്ധിച്ചുള്ള സ്മരണ, ഓർമ്മ, ദിക്റുള്ള അത് നിരന്തരമായി നിന്നെ വിടാതെ നിന്റെ കൂടെയുണ്ടാകും എന്നാണ്. സൂറത്ത് റഅദിൽ അങ്ങനെ ഒരു സ്മരണ അല്ലാഹുവെ കുറിച്ച് ഒരാളുടെ മനസ്സിലുണ്ടായാൽ അയാൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ളവർ അല്ലാഹുവെ ഓർക്കുന്നതിലൂടെയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നതിലൂടെയാണ് സമാധാനം കണ്ടെത്തുക. അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവസ്മരണ, അല്ലാഹുവെ കുറിച്ചുള്ള ദിക്റ് കൊണ്ട് മാത്രമേ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമസ്കാരം അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനും അതുവഴി നമ്മുടെ സർവമാന പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ശാന്തിയും സമാധാനവുമുള്ള ഒരു മനസ്സ് നിലനിർത്തുവാനുമുള്ളതാണ്. മാത്രമല്ല, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോളം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ശത്രുഭയവും ഉത്തരവാദിത്തങ്ങളുടെ മഹാഭാണ്ഡക്കെട്ടും പേറി ജീവിച്ച മറ്റൊരു മനുഷ്യൻ ദുനിയാവിലില്ല. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റാഹത്ത്, ഒരു സ്വസ്ഥത, സമാധാനം കണ്ടെത്തിയിരുന്നത് നമസ്കാരത്തിലൂടെയായിരുന്നു എന്ന് ഹദീസുകൾ വായിച്ചാൽ മനസ്സിലാകും. യാ ബിലാൽ അരിഹനാ ബിസ്വലാ എന്നായിരുന്നു ഇഖാമത്ത് വിളിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്ന് കാണാം. ബിലാലെ ഇഖാമത്ത് വിളിക്കടോ എന്നല്ല, ബിലാലെ ബാങ്ക് വിളിക്കടോ എന്നല്ല, ബിലാൽ
നമസ്കാരത്തിലൂടെ നമുക്കൊരു ശാന്തി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കണോന്ന്. സുബ്ഹാനല്ലാഹ്. യാ ബിലാൽ അരിഹനാ ബിസ്വലാ, ബിലാലെ ഒരു നമസ്കാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണോ, അതുവഴി എനിക്കെന്റെ മനസ്സിന് നമുക്ക് ഒരു റാഹത്ത് ലഭിക്കുമല്ലോ. നോക്കണികള്, നമുക്കിതൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നതാണല്ലോ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ശാന്തിയും ദൈവസ്മരണയുമുള്ള സ്വസ്ഥതയുള്ള ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്ന സ്വലാത്ത, ആ നമസ്കാരം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, എല്ലാ തരത്തിലുള്ള മോശമായ കാര്യങ്ങളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും ആ നമസ്കാരവും അതുവഴി ഉണ്ടാകുന്ന ദൈവിക ചിന്തയും അതുവഴി ഉണ്ടാകുന്ന സ്വസ്ഥവും സമാധാനമടഞ്ഞതുമായ മനസ്സും നിങ്ങൾക്ക് രക്ഷ നൽകും. തെറ്റിലേക്ക് പോകാതെ, വീഴ്ചകളില്ലാതെ, അബദ്ധങ്ങൾ സംഭവിക്കാതെ, സൂക്ഷ്മതയോടുകൂടി വൃത്തിയുള്ള ഈമാനുള്ള തഖ്വയുള്ള ഒരു ജീവിതം നയിക്കാൻ നമസ്കാരം കാരണമാകും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സമുദായം നശിക്കാനുള്ള കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞത്, പ്രവാചകന്മാരിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. സൂറത്ത് മറിയം പ്രവാചകന്മാർക്ക് ഈസാ അലൈഹിസ്സലാം വരെയുള്ള ചില പ്രവാചകന്മാരുടെ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. സത്യത്തിൽ ആയത്ത് ഇങ്ങനെ വായിച്ചാൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് തന്നെയാണത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ ചിലരെ കുറിച്ച് തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു അവതരണം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിന്നീട് അവർക്ക് പിൻഗാമികൾ ഉണ്ടായി വന്നപ്പോ ആ പിൻഗാമികൾ അളാഉ സ്വലാത്ത, നമസ്കാരം ഉപേക്ഷിക്കുന്ന, നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന, നമസ്കരിക്കാത്ത ആളുകളായി മാറി. അതിന്റെ ഫലമായി വത്തബഉ ശഹവാതി, അവർ വ്യാമോഹങ്ങളുടെ കൂടെ ദുർമോഹികളായി, ദുസ്വഭാവികളായി അധപ്പതിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആരെക്കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതൊരിക്കലും നമ്മളെ കുറിച്ചല്ല. അത് ഈസാ അലൈഹിസ്സലാമിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടക്കുള്ള കാലത്തെ പറ്റി സൂചിപ്പിച്ചപ്പോഴാണ് അക്കാലഘട്ടത്തിന്റെ അബദ്ധസഞ്ചാരത്തിന് കാരണം അക്കാലത്തുണ്ടായിരുന്ന ആളുകൾ നമസ്കാരം ഉപേക്ഷിച്ചത് വഴിയാണ് ഉണ്ടായി തീർന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇക്കാലത്ത് നമ്മളെ കുറിച്ച് 100% ശരിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങൾക്കും ദുർമോഹങ്ങൾക്കുമുള്ള പ്രതിവിധി, തടസ്സം നമസ്കാരമാണ്. മാത്രമല്ല, അങ്ങനെ നമ്മൾ പണ്ട് നമസ്കരിക്കാതെ പിന്നീട് തിരിച്ചറിവുണ്ടായപ്പോൾ നമസ്കാരം തുടങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖുറത്തു ഐനി ഫിസ്വലാ, വഖുറത്തു ഐനി ഫിസ്വലാ. എന്റെ മനസ്സിനും ശരീരത്തിനും എൻ്റെ ചിന്തകൾക്കും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു രക്ഷയായി എൻ്റെ മനസ്സിനും കണ്ണിനും ശരീരത്തിനും കുളിർമ ലഭിക്കുന്നത് നമസ്കരിക്കുന്നത് വഴിയാണ് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുവഴി ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ ഇന്നഹാ തുകഫിറു ദുനൂബ വതുഗസ്സിലുഹാ എന്നാണ്. നമസ്കാരം നമ്മളിൽ നിന്ന് വന്നുപോയ, മുൻകാലങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങൾക്കും വീഴ്ചകൾക്കും ഒക്കെയുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാനത്ത് കഫാറത്തുൽ ലിമാ ഖബ്ലഹാ മിനദ്ദുനൂബി മാ ലം യഅതി കബീറ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമസ്കാരം പണ്ട് വന്നുപോയ വീഴ്ചകൾക്ക്, മഹാപാപങ്ങളല്ലാത്തവക്കൊക്കെയുമുള്ള കാനത്ത് കഫാറ, അസ്സലാത്തു കഫാറ, അത് പ്രായശ്ചിത്തമാണ് എന്നു മാത്രമല്ല അറഅയ്തും
ലൗ അന്ന ഫീ ബാബി അഹദികും നഹ്റൻ ഫയഗ്തസില മിൻഹു കുല്ല യൗമിൻ 5 മറാത്തിൻ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഅ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ സമുദായത്തോടെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടുപടിക്കൽ ഒരു കുളമുണ്ട്, അല്ലെങ്കിൽ ഒരു അരുവിയുണ്ട്, ഒരു തോടുണ്ട്, ഒരു പുഴയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ 5 നേരവും നിരന്തരമായി കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരാണ് എങ്കിൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, സ്ഥിരമായി ചെളി പറ്റിപ്പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു ലാ യാ റസൂലല്ലാഹ് ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ. ഇല്ല നബിയെ, പറ്റാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അവിടെ പറ്റി പിടിക്കുകയില്ല. അടുത്ത കുളിക്കുമ്പോൾ അത് ഇല്ലാതെയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്. അതു തന്നെയാണ് 5 നേരത്തെ നമസ്കാരങ്ങൾക്കുണ്ടാകാനുള്ള നേട്ടവും. ശരീരം 5 നേരം കുളിക്കുന്നതിലൂടെ എപ്പോഴും ചെളികൾ മാലിന്യത്തിൽ നിന്ന് വൃത്തിയായി നിൽക്കുന്നത് പോലെ 5 നേരം നമസ്കരിക്കുന്നതിലൂടെ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അതിനിടയിൽ വരുന്ന വീഴ്ചകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമസ്കാരം മുഖേന താൻ മായ്ച്ചു കളയും, ഇല്ലാതെയാക്കും. അതൊക്കെയും നമുക്ക് രക്ഷയായി മാറും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരിക്കൽ നമസ്കാരത്തിന്റെ ഫളലായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യുസീബുൻ നാറു മവാലിഅ സുജൂദ് എന്നാണ്. നമസ്കരിക്കുന്നവന്റെ സുജൂദ് ചെയ്യുന്ന ഇടം, സുജൂദിൽ നിലത്ത് മുട്ടുന്ന, മണ്ണിൽ തട്ടുന്ന, താഴെ വെക്കുന്ന സ്ഥലം നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന്. ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല മിൻ ഇബ്നി ആദമ അഥറ സുജൂദ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുക, ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല, നരകത്തിന് അല്ലാഹു സ്പർശിക്കാൻ പാടില്ല എന്ന് നരകത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. മിൻ ഇബ്നി ആദം, ഒരാളുടെയും അഥറ സുജൂദ്, സുജൂദിൽ നിലത്തു പതിഞ്ഞ അവയവങ്ങളിൽ ഒന്നിലും നരകമേ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജൂദ് ചെയ്യുന്നവർക്കുള്ളതാണ്, ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുന്നവർക്കുള്ളതാണ്. ഉമിർത്തുവൻ അസ്സുദാല സബഅത്തി അഅ്ളം, 7 അവയവങ്ങൾ കൃത്യമായി മണ്ണിലെത്തണം, നിലത്ത് മുട്ടണം. കൈപ്പടങ്ങൾ രണ്ടും നല്ല വൃത്തിയായി പരത്തി വെച്ച് വിരലുകൾ ചേർത്ത് വെച്ച് നിലത്ത് വെക്കണം. കാൽമുട്ടുകൾ നിലത്ത് പതിയിരിക്കണം. കാൽവിരലുകൾ എത്രത്തോളം നിലത്ത് പതിച്ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം പതിച്ചിരിക്കണം. നെറ്റിയും മൂക്കും പതിച്ചിരിക്കണം. അങ്ങനെ പതിഞ്ഞ സ്ഥലങ്ങളൊന്നും നരകത്തിന് സ്പർശിക്കാൻ പാടില്ല എന്ന് അള്ളാഹു അതിന് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല എന്നോട് എന്റെ അടിമക്കടുക്കാൻ കഴിയുന്ന ഒരു കാര്യവും എനിക്കിഷ്ടപ്പെട്ടതില്ല. ഏതിനേക്കാൾ? ഫറലായ നമസ്കാരങ്ങളെക്കാൾ, ഫറലായ 5 നേരത്തെ നമസ്കാരങ്ങളെക്കാൾ എന്നോടടുക്കാൻ എന്റെ അടിമക്ക് എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെ ഓതിക്കൊണ്ട് പറയാണ്, ഇന്നൽ ഹസനാത യുദ്ഹിബിന സയ്യിആത്ത്. അറിഞ്ഞോ അറിയാതെയോ വന്ന സകലമാന അബദ്ധങ്ങൾക്കും വീഴ്ചകൾക്കും നമസ്കാരം പോലുള്ള സൽക്കർമ്മങ്ങളെല്ലാം പ്രായശ്ചിത്തമാകുന്നു. എന്നിട്ട് റബ്ബ് പറയാ, ദാലിക, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദിക്റാ ലിദ്ദാകിരീൻ, ഓർമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണത്. എന്താണ് ഓർമ്മപ്പെടുത്തൽ? ഓർമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാമുള്ള ഓർമ്മപ്പെടുത്തൽ. നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനനുസരിച്ച് അതിനിടയിൽ വന്നു പോകുന്ന വീഴ്ചകൾ ഇല്ലാതായി പോകും എന്നത് ഓർമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുമുള്ള ഒരു ഓർമ്മയാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, യുഅഖിദു ശൈത്വാൻ വലാ ഖാഫിയത്തി അഹദികും ഇദാ നാമ സലാസു ഉഖദിൻ. ഓരോരുത്തരും ഉറങ്ങിക്കിടന്നാൽ പിശാച് 3 ബന്ധനം നിർവഹിക്കും ആ ഓരോ മനുഷ്യന് നേരെയും. ആ 3 ബന്ധനങ്ങളിൽ ഓരോന്നിലും അവൻ എഴുതി വെച്ചിട്ടുണ്ടാകും, എനിക്ക് ഇന്ന് സുബഹി കൂടെ തോന്നിയ സത്യമാണെന്ന്.
എന്താ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നറിയോ? അലൈക നൗമുൻ ത്വീൽ ഫർഖുദ്, ബാങ്ക് കൊടുക്കാൻ ഇനി ഒരുപാട് നേരമുണ്ട്, കുറച്ചു നേരം കൂടി കിടന്നോ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക എന്ന് തോന്നിയിരുന്നു നമ്മക്കാർക്കെങ്കിലും? എന്തൊരു കൃത്യമായ പ്രയോഗം നോക്കാണ്. വീട്ടിൽ ചെന്നിട്ട് മക്കളോടൊക്കെ ഒന്ന് പറയണം അല്ലേ? ഇതൊക്കെയാണ് എന്താണ് എഴുതിക്കണ? അലൈക നൗമുൻ ലൈലുൻ ത്വീൽ ഫർഖുദ്, രാത്രി ഇനി ഒരുപാടുണ്ട്, നേരം വെളുത്തില്ല, ബാങ്ക് കൊടുത്താൽ തന്നെ വിളിക്കണം. ജമാഅത്ത് നിസ്കാരത്തിന് 10-25 മിനിറ്റ് ഇല്ലേ, പെരയിൽ വണ്ടി ഇല്ലേ, എന്തപ്പത്ര നേരത്തെ കുറച്ചുകൂടെ കിടക്കാം എന്ന് പറയിപ്പിക്കും, തോന്നിപ്പിക്കുന്നു പിശാച് അല്ലേ? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദ സ്തൈഖളദ വദക്കറല്ലാഹ ഇൻഹല്ലത ഉഖദ, എഴുന്നേറ്റ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുസൂർ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. വഇൻ തവല്ലഅ ഇൻഹല്ലത ഉഖദ, ഒളു എടുത്താൽ അടുത്ത ബന്ധനവും അഴിഞ്ഞു പോകും. അപ്പൊ ഒളു എടുക്കേണ്ടത് പെരീന്നട്ടോ, ഇവിടെ നിന്നല്ലേ, വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് പോരാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെയും സംസാരിക്കാനും പഠിക്കാനുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൂന്നാമത്തത് വൈൻ സ്വല്ല, അങ്ങനെ അവൻ നമസ്കരിക്കുക കൂടി ചെയ്താൽ ഇൻഹല്ലത ഉഖദ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. എന്നിട്ട് നോക്കട്ടോ, ഫഅസ്ബഹ നശീതൻ ത്വയ്യിബുൻ നഫ്സ്, അവൻ ശുദ്ധ മനസ്കനും ഉന്മേഷവാനുമായി ആ പകൽ അവന് കഴിച്ചു കൂട്ടാൻ സാധിക്കും. ഇല്ല, സുബഹി ജമാഅത്തിന് എഴുന്നേറ്റ് വരാതെ പള്ളിയിൽ പോകാതെ വീട്ടിൽ നിന്നെങ്കിലും അത് കൃത്യമായി നമസ്കരിക്കാത്ത ആളുകൾക്ക് ദുർമാനസനായി മടിയനായിട്ടായിരിക്കും അവന്റെ ജീവിതമുണ്ടാവുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇനി നോക്കുങ്ങള്, ഇമാം മുസ്ലിം തുടങ്ങിയവർ മിസ്കാത്തുൽ മസാബീഹ് തുടങ്ങിയ കിതാബുകൾ രേഖപ്പെടുത്തിയ സംഗതി, മൻ ഖറജ മിൻ ബൈതിഹി മുതതഖിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഒരു ഫർള് നമസ്കാരം ലക്ഷ്യം വെച്ച് വീട്ടിൽ നിന്ന് ഉളു എടുത്ത് ഇറങ്ങി പുറപ്പെടുന്ന ഒരാൾക്ക് ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിലുള്ള ഒരു ഹാജിയുടെ പ്രതിഫലമാണ് രേഖപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്, കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിലുള്ള ഒരു ഹാജിയുടെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്ന് മിസ്കാത്തുൽ മസാബീഹില് നമുക്ക് വായിക്കാൻ കഴിയും. അത് പറഞ്ഞതല്ലേ, മൻ ഖറജ മിൻ ബൈതിഹി മുതതഖിറൻ, വീട്ടിൽ നിന്ന് ഒളു എടുത്തു പോരണം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് റസൂൽ പറയാ, കാനത്ത് ഖുതുവാതുഹു യഹദാഹാ തഹത്തു വൽഉഖറ തർഫഉ ദറജ, അങ്ങനെ വീട്ടിൽ നിന്നുള്ള നടത്തത്തിൽ ഓരോ കാലടിക്കും ഓരോ പാപങ്ങൾ ഇല്ലാതെയാവുകയും അതേ അടുത്ത കാലടിക്ക് ഓരോ നന്മകൾ പദവികൾ പരലോകത്ത് ഉയർന്നു വരികയും ചെയ്യും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, فإنك لا تسجد سجدة إلا رفعك الله بها درجة, റവാഹു മുസ്ലിം. ഓരോ സുജൂദിനും ഓരോ പദവി അള്ളാഹു നിനക്ക് ഉയർത്തി തന്നുകൊണ്ടേയിരിക്കും. ഓരോ സുജൂദിനും ഓരോ ദറജ ഉയർന്നു വരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അസ്വലാത്തു നൂറ്, നമസ്കാരം ഒരു വെളിച്ചമാണ്. മൻ ഹാഫള അലൈഹാ, അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ യൗമൽ ഖിയാമ, റവാഹു അഹ്മദ്. ഖിയാമത്ത് നാളിൽ അയാളുടെ ശരീരം അതൊരു പ്രകാശമായി പ്രതിഫലിപ്പിക്കും. ആ നമസ്കാരം അത് അയാളുടെ പരലോക വിചാരണയിൽ അയാൾ തഖ്വയുള്ളവനാണ് എന്നതിന്റെ തെളിവായിരിക്കും. അതുവഴി പരലോക വിചാരണയിൽ അവന് നജാത്ത്, രക്ഷയുമുണ്ടാകും. കഴിയില്ല. പള്ളിയിൽ വരുന്നതിന്റെ പുണ്യം പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അലാ അദുല്ലുക്കും അലാ മാ യമഹുല്ലാഹു ബിഹിൽ ഖതായാ വയർഫഉ ബിഹി ദറജാത്ത്, പാപങ്ങൾ മാഞ്ഞു പോകാനും ദറജ വർദ്ധിക്കാനുമുള്ള ഒരു പദം, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇസ്ബാഉൽ വുളൂഇ അലൽ മക്കാരിഹ്, പൂർണ്ണ തോതിലുള്ള വുളു ഉണ്ടാവുക, വ കസ്റത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളിയിലെ
നിങ്ങളിലേക്ക് നടന്നു വരുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുക, വർദ്ധിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞത് വന്ദിദാറു സ്വലാത്തി ബഅദ സ്വലാം, നമസ്കാരത്തെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ടിരിക്കുക, അത് ആ മനസ്സിലെപ്പോഴും അതുണ്ടാവുക. ഫദാലികുമുർ റിബാത്ത് വദാലികുമുർ റിബാത്ത് വദാലികുമുർ റിബാത്ത്, ഈ മൂന്ന് കാര്യങ്ങളും പരലോക രക്ഷയ്ക്കു വേണ്ടിയുള്ള നിങ്ങളുടെ മുന്നൊരുക്കങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ന്. ഇനിയും കഴിഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അൽ മലായികത്തു, പ്രിയപ്പെട്ട കേട്ടോളൂ, അൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി, നമസ്കരിച്ച സ്ഥലത്തു തന്നെ ഒരാൾ അടങ്ങിയിരുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതുവരെ മലായികത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി, നമസ്കരിച്ചാൽ ഒന്നായിട്ട് മാറിയിരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഊരവേദന. ഒന്നായിട്ട് മാറിയിരുന്നാല് പിന്നൊരു പ്രശ്നമില്ല അല്ലേ? നോക്ക് നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നതിന്റെ പ്രത്യേകത പറഞ്ഞത് മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീ, നമസ്കരിച്ചിടത്തു തന്നെ ഇരിക്കാൻ എത്ര സമയം കഴിയുന്നുവോ അത്രയും സമയം മലായികത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്ത് പ്രാർത്ഥിക്കും? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി, റവാഹു മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാ. അല്ലാഹുവേ ഇയാൾക്ക് തൗബ നൽകണേ, ഇയാൾക്ക് മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് എഴുന്നേൽക്കൽ സുന്നത്തായി പഠിപ്പിച്ചത് ഇമാമിന് മാത്രമാണ്. മറ്റൊരാൾക്കും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല, അത് വെറുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞില്ല. പക്ഷേ മുസ്തഹബായി, അഫ്ളലായി, സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടത് അതേ ഇരിപ്പ് തന്നെ ആ ദിക്റുകളും ദുആകളും കഴിയുന്നതുവരെ ഇരിക്കാനാണ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വല്ലു ബില്ലൈൽ, നമസ്കാരം നിലനിർത്തുവീൻ, വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, എങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗപ്രവേശനം നേടാം എന്നാണ്. ഇപ്പൊ പ്രിയപ്പെട്ടവര്, നമസ്കാരം എന്നത് നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാ, പിന്നെ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, തഖ്വയാർന്ന് ജീവിച്ച മനുഷ്യന്മാർ പരലോകത്ത് ജലസ്രോതസ്സുകളുടെയും നിഴലുകളുള്ള തോട്ടങ്ങളുടെയും ഇടയിൽ ജീവിക്കാൻ അവർക്ക് അനുഗ്രഹം ലഭിക്കും. ഫവാകിഹ മിമ്മാ യസ്തഹൂൻ, ഇഷ്ട ഭക്ഷ്യപാനീയങ്ങൾ, ഭക്ഷ്യഭോജ്യങ്ങൾ അവർക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു അവരോട് പറയും, കുലു വശ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, ഇത് നിങ്ങൾക്ക് ദുനിയാവിലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്നതാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സൽക്കർമ്മികളായ എല്ലാവർക്കുമുള്ള പ്രതിഫലം ഇങ്ങനെ തന്നെയാണ്. ഇത് എന്തിനു കിട്ടുന്നതാണ്? ജസാഅ കുന്തും തഅമലൂൻ, നമ്മുടെ കർമ്മങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഫലമാണ്. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണെന്ന് പഠിച്ചു വെച്ചവരാണ് നാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, മക്കളിലൂടെ, പേരമക്കളിലൂടെ നമസ്കാരം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയും അതിൽ വീഴ്ച വരുത്താതിരിക്കാനുള്ള കൃത്യമായ ജാഗ്രത, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നമസ്കരിക്കാൻ നിരന്തരമായി പറയണം മക്കളോട്, കുടുംബങ്ങളോട്. അവരെത്ര പ്രായമായവരാണെങ്കിലും, എത്ര വലിയ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും, അവർ ഏത് പള്ളിയിലെ എത്ര പേര് കേട്ട ഖത്തീബുമാരാണെങ്കിലും, അവർ വലിയ പണ്ഡിതന്മാരാണെങ്കിലും, നമുക്കവർ നമ്മളുടെ മക്കളാണ് എന്നത് മാത്രമായിരിക്കണം നമ്മുടെ താല്പര്യം. അവരോടത് പറയാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങളൊക്കെ നിസ്കരിച്ചില്ലേടാ എന്നൊന്ന് ചോദിക്കാൻ, മക്കളെല്ലാരും നിസ്കരിച്ചില്ലേ എന്നൊന്ന് ചോദിക്കാനുള്ള ബാധ്യത നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അത് ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ പരസ്പരം സഹായിക്കുവീൻ എന്നൊക്കെ പറഞ്ഞതിന്റെ താല്പര്യം കൂടെ കണക്കിലെടുക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ
അൽ-മുതകബ്ബിറുൽ ജബ്ബാർ, ലഹുൽ കിതാബു വ ഇലൈഹിൽ ഇയാബു വ അലൈഹിൽ ഹിസാബ്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വ ഹബീബിനാ വ സഫീയിനാ മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്ന ഉലൈക റഫീഖ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ 2 പ്രാധാന്യം നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അതിനു മുമ്പേ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, 2025 സർക്കാർ നിയന്ത്രിക്കുന്ന ഹജ്ജിന്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഹജ്ജ് കമ്മിറ്റി മുഖാന്തിരം ഹജ്ജിന് പോകാനുള്ളവർക്ക് അപേക്ഷ കൊടുക്കാനുള്ള കാലമായിരിക്കുന്നു എന്നറിയിച്ചിരിക്കുന്നു. ഹജ്ജ് ബാധ്യതപ്പെട്ട ആളുകളെല്ലാവരും ഒന്നൊഴിയാതെ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്നത് എന്തെല്ലാമാണോ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമസ്കാരത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. സൂറത്ത് അൽ ഖലമിൽ അള്ളാഹു പറയും, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. കൊടുങ്കാറ്റടിച്ച് ഉടുതുണി പറന്നുപോയി നഗ്നരായി നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട് അവർക്ക്. അന്നാളിൽ വയുദഊന ഇല സുജൂദി, ഒരു സുജൂദ് ചെയ്യുവീൻ എന്ന് അവരോട് അവർ കൽപ്പിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, പരമാവധി അവർ പരിശ്രമിച്ചു നോക്കും ഒന്ന് സുജൂദ് ചെയ്യാൻ, പക്ഷെ അതിനവർക്ക് സാധിക്കുകയില്ല. അവരിൽ ചിലർക്കതിന് സാധിക്കുകയില്ല. തൽഫലമായി ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, എത്ര ശ്രമിച്ചാലും ഒലക്ക വിഴുങ്ങിയവന്റെ പോലെ നിൽക്കേണ്ടി വരും അവർ. അപമാനഭാരം കൊണ്ട് അവർ തല താഴ്ത്തി നിൽക്കും അവിടെ. അതിന്റെ കാരണം എന്താണെന്നോ, വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. ഒരു കുഴപ്പവുമില്ലാതിരുന്ന കാലത്ത് നാട്ടിലെ എല്ലാ വളവുകളിലുമുള്ള പള്ളിമിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്ന് അവർക്ക് വിളി വന്നിരുന്നു. വഖദ് കാനൂ യുദഊന ഇല സുജൂദ്, നിരന്തരമായി സുജൂദിന് അവർ വിളിക്കപ്പെട്ടിരുന്നു. വഹും സാലിമൂൻ, അന്നവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തില്ല. അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തത്തെക്കുറിച്ച് സൂറത്ത് അൽ ഖലമിന്റെ 42-43 വചനങ്ങൾ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അഹന്തയും അഹങ്കാരവും ഒന്നുമില്ലാതെ പോകുന്ന, നമുക്ക് ഉടുതുണിയില്ല എന്ന ദയനീയത പോലും നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു ഭീകരമായ ദിവസം മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ആരാവുക? മുസ്ലിമാവുക. അങ്ങനെയല്ലേ? ആണ്. അതാ 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ചല്ലേ. ഇമാം കാര്യത്തിൽ 5ാമത്തത് അന്ത്യദിനം. അതാണ് ആ യൗം എന്ന് പറഞ്ഞ യൗം. അപ്പോ സംഗതി ബേജാറ് പിടിച്ച സംഗതിയാട്ടോ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇക്കാര്യം ഒന്ന് ആലോചിക്കണം. ഇവിടെ ഈ മൊബൈലും വലിയൊരു വെള്ളി ട്രൗസറും ഒക്കെയായിട്ട് നമുക്കിങ്ങനെ പോകാം. ഒരാളെയും അംഗീകരിക്കാതെ പോയാലും നിങ്ങളിൽ പലരും മയ്യത്താകുമ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുമെന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമസ്കരിക്കാതിരുന്നതിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു നാൾ വരും. അന്നൊന്ന് സുജൂദ് ചെയ്യുവേനെന്ന നിങ്ങളോട്, എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരോടല്ല, ഈ സമുദായത്തിൽ അലംഭാവം കാണിക്കുന്നവരോടാണ് പറയപ്പെടും. അന്ന് നിങ്ങൾ നേരിടേണ്ടി വരുന്ന ദുരന്തം ഇപ്പൊ തന്നെ അള്ളാഹു പറഞ്ഞുപോയി. നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. സുജൂദിന് മാത്രല്ല, വഇദാ ഖീല ലഹും ഉർക്കഊ
ലാ യർകഊൻ, എന്നാലൊന്ന് റുക്കൂഴെങ്കിലും ചെയ്തു നോക്കണോ എന്ന് പറയും. പക്ഷേ നടക്കൂല, സാധിക്കുകയില്ല എന്നാണ്. അക്കാര്യം ഒന്ന് ഓർമ്മ വെക്കണം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ എനിക്കൊരാഗ്രഹമുണ്ട്, അതങ്ങ് സാധിച്ചു തരണം. എന്താണോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവഗൈറദാലി, ഇതല്ലാതെ നിനക്കൊന്നും ചോദിക്കാനില്ലേ? ഇതെനിക്ക് നേടിത്തരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. സ്വർഗത്തിൽ എന്നോടൊപ്പം താമസിക്കണമോ നീ താമസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അല്ലാഹുവാണ്. ആ മേഖലയിലേക്ക് ഒരു ഉത്തരവാദിത്വം, ഒരു അധികാരമില്ല. വേറൊന്നും ചോദിക്കാനില്ല റബിയ. ഇല്ല നബിയെ, എനിക്കാകെ ഈ ഒരു ആഗ്രഹമുള്ളൂ. റസൂലിന്റെ മറുപടി എന്തറിയോ? എന്നാൽ റബിയ, നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് എന്നോടടുത്ത് താമസിക്കാനുള്ള സൗകര്യം കിട്ടും, അനുഗ്രഹിക്കപ്പെടും. നീ എന്ത് ചെയ്താൽ നീ നമസ്കാരം ഇടതടവില്ലാതെ, ഒന്നും ഒഴിവാക്കാതെ, ഒരു സുജൂദിനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്താതെ നീ അത് നിർവഹിച്ചുകൊണ്ടേയിരുന്നാൽ നിനക്ക് എന്റെ കൂടെ താമസിക്കാം എന്നാണ്. രണ്ട് നേർവിപരീതമായ രണ്ടവസ്ഥകൾ. ഇവിടെ നമസ്കരിക്കാതിരിക്കുന്നവർക്കുള്ള ദുരന്തവും, ഇടതടവില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ നമസ്കാരം നിലനിർത്തിക്കൊണ്ടു പോകുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്തായ സുവർണാവസരവും. ഇതിലേതു വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ് നമുക്ക് അല്ലാഹു നൽകിയ ആയുസ്, നമ്മുടെ ശരീരം, നമ്മുടെ എല്ലാ കഴിവുകളും. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് അലം യഗ്തികുൻ നദീർ. അല്ല, ഇതൊക്കെ പറയാൻ അവിടെ ആള് വന്നിരുന്നില്ലേ? ഖാലുബല വന്നിരുന്നു. അത് ജാഅനാ നദീറുൻ ഫകദ്ദബിനാ. ഇയാൾ എന്തൊക്കെയാ പറയണ് എന്ന് നമ്മളാണ് വിചാരിച്ചു പോയി, അല്ലേ? മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ, ഇതൊന്നും ഇപ്പൊ റബ്ബ് പറഞ്ഞതാവൂല എന്ന് നമ്മൾ പറഞ്ഞുപോയി. ഇനന്തും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇതൊക്കെ പിഴച്ച വഴിയാണ്. എന്നിട്ട് അവർ നിലവിളിക്കുമ്പോൾ ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അവിടെ കിടന്ന് നിലവിളിക്കുന്നതാണ് ലൗ കുന്നാ നസ്മഉ. പടച്ചോനെ, അരമണിക്കൂർ അവിടെ പോയി ഇരുന്നപ്പോ വാച്ചിക്ക് ഇങ്ങനെ നോക്കി സമയം പോയല്ലോ എന്ന് വിചാരിച്ചിരുന്ന് ഞങ്ങള് അന്ന് അതൊന്നും മര്യാദക്ക് കേട്ടിരുന്നെങ്കിൽ, ഔ നഴക്കിലു, ആ കേട്ടതിനെ കുറിച്ച് പിന്നീടൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, മാ കുന്നാഫി സുഹാബി സഈർ, ഇന്ന് ഈ നരകത്തിൽ പെടുമായിരുന്നില്ലല്ലോ എന്ന് നിലവിളിക്കുന്ന നരകാവകാശികളെ കുറിച്ച് എന്തായിരുന്നു കാരണം എന്ന ചോദ്യത്തിന് മറുപടി അവർ നിരത്തുന്നതും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ല എന്നാണ്. അള്ളാഹു നമ്മളെ സത്യസന്ധതയോടെ, കൃത്യനിഷ്ഠയോടെ, ഈമാനോടെ, തഖ്വയോടെ, സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സമാസമയങ്ങളിൽ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതുവഴി ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽക്കാരാവാനുള്ള യോഗ്യത നേടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ റാധ, ഞങ്ങളിൽ നിന്നുവന്ന വീഴ്ചകൾ മാപ്പാക്കി തരണമേ ഗഫൂറെ. അള്ളാഹുവേ, വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ ഈ ഒരു അതിപ്രധാനമായ ഇബാദത്തിൽ ഇനി ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ അവസാന ശ്വാസം വിടുന്നത് വരെ നിലനിൽക്കുവാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. പൈശാചികതയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകാനുള്ള
ഈ ഒരു ഇബാദത്തിന് അതിൻ്റെ എല്ലാ ആദരവോടും ബഹുമാന്യതയോടും പരിഗണനകളോടും കൂടി മനസ്സിൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീക്കിത്തരയണമേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പരമ്പരകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ റഹ്മാനെ. അതുവഴി നേടാമെന്ന് നീയും നിന്റെ റസൂലും പഠിപ്പിച്ച മുഴുവൻ നേട്ടങ്ങൾക്കും അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ അതിന് അനുയോജ്യമായ രൂപത്തിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ഞങ്ങളിൽ നിന്ന് ആളുകൾ ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള മെമ്പർമാരായി തീരാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവ സത്യവിശ്വാസികളായവർക്ക് വന്ന വീഴ്ചകൾ മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കണമേ റഹ്മാനെ. അവരുടെ വീഴ്ചകൾ മാപ്പാക്കുകയും അവരും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഈ സമുദായത്തെ, ഈ നാടിനെ കാത്തി രക്ഷിക്കണമേ റഹ്മാനെ. സമുദായ ദുരന്തത്തിൽപ്പെട്ടവർക്കെല്ലാം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. അല്ലാഹുമ്മ അജ്രിനാ വഅജ്രി വാലിദീന വഅഖ്രിനാ മിനൻ നാർ. اللهم اشف امراضنا يا شافي الامراض يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آتل عمرنا وحسن عملنا وحسن عاقبة أمرنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على نبينا